ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും വിഷയം അവതരിപ്പിച്ചു. कि इस मुद्दे को हम ज़रूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें. ठीक है, आप डेडिकेटेड डिस्कशन. अब बात यह है कि दो फोर्सेस हैं. एक तरफ नहीं माने. ओके. 12 മണിക്ക് പുനരാരംഭിച്ച ലോക്സഭ ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആർക്കെ, ഈ സമ്മേളന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. അതിന്മേൽ ചർച്ച അനുവദിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ നിലയിൽ ചർച്ച നടത്താതെ സഭയിൽ സഹകരിക്കുമോ? പ്രതിപക്ഷം എന്തെങ്കിലും അനുനയ സാധ്യത കാണുന്നുണ്ടോ? വിജയൻ, നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭകളിൽ 16ഉം 17ഉം ലോക്സഭകളിൽ കണ്ടതിന് കടകവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ലോക്സഭയിൽ നമ്മളിപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നിര ശക്തമായിരിക്കുന്നു. ട്രഷറി ബെഞ്ച് എന്നാൽ അവരുടെ നിലപാടിൽ നിന്ന് പിന്മാറുന്ന ഏതെങ്കിലും ഒരു സൂചനയും നൽകുന്നില്ല. വിജയൻ സൂചിപ്പിച്ച ചോദ്യം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രസക്തമായി നിൽക്കുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടത്. ആ ചർച്ച പോലും നിർത്തിവെച്ച് തങ്ങൾ ഉന്നയിച്ച നീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന് വിവരിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾക്ക് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സഭാ നടപടികൾ 3-ാം തീയതി വരെ ഈ സമ്മേളനം ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇനി ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അംഗങ്ങളുടെ പക്കൽ നിന്ന് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവർ സഭയിൽ നടത്താനുള്ള പ്രസംഗം അത് എഴുതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി 2 ദിവസം 1-ാം തീയതിയും 2-ാം തീയതിയും കൂടിയാണ് സഭാ സമ്മേളനത്തിൽ ഈ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തിനുള്ളിൽ ചർച്ച നടന്നില്ലെങ്കിൽ ചർച്ചകൾ എഴുതി വാങ്ങുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി മറുപടി 2-ാം തീയതി പറയും എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. രാജ്യസഭയിൽ നമുക്ക് സമാനമായിട്ടുള്ള സാഹചര്യം കാണാൻ സാധിച്ചു. എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നിരയുടെ ഒരു വലിയ ശക്തിയില്ലാത്ത ഒരു സാഹചര്യം അത് മുതലെടുത്തുകൊണ്ട് BJP മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് ഏതാണ്ട് ബലവത്താകുന്ന വിധത്തിലേക്ക് സുധാംശു ത്രിവേദി ഇപ്പോഴും ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴത്തെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു, ഈ പ്രസംഗം ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും മൈക്ക് ഓഫ് ചെയ്യുന്നത് പോലെയുള്ള നേരത്തെയുള്ള അതേ സമീപനമാണ് സ്പീക്കർ സ്വീകരിക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷത്ത് ആൾബലം കൂടി, പ്രതിപക്ഷ നേതാവുണ്ട്, പ്രതിപക്ഷത്തൊരു കൂട്ടായ്മയും ഒരു മുന്നണിയും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും സ്പീക്കർ നിലപാട് മാറ്റിയിട്ടില്ല. ഈ വിട്ടുവീഴ്ചയോ അനുനയത്തിൻ്റെയോ ആയ അന്തരീക്ഷം ലോക്സഭയിലെങ്കിലും അവിടെ ഒട്ടും രൂപപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് ഇന്നത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടുമാണ്. വിജയൻ സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇനി അടുത്ത നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് പ്രത്യേക സമ്മേളനമായതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട അജണ്ടകൾ, അതിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം അടക്കമുള്ളത് മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും സഭയിൽ ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം അത് അത്യന്തം ദുഷ്കരമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ നടപടികൾ എന്ന് വിശദീകരിക്കുന്നത് കൂടിയാണ്. സമവായത്തിന്റെ ഒരു സാധ്യത 2 പക്ഷവും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ആക്രമണത്തിന്റെ ശൈലിയാണ് പ്രതിപക്ഷ നിരയാണെങ്കിലും ട്രഷറി ബെഞ്ചാണെങ്കിലും സ്വീകരിച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ എത്രത്തോളം സഭാ സമ്മേളനത്തെ ബാധിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രസക്തമാക്കുന്നതാണ്. വിജയ്, യെസ്, ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് പുനരാരംഭിച്ചെങ്കിലും ലോക്സഭ ബഹളം തുടരുകയായിരുന്നു. അതോടെ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. അനുനയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ലോക്സഭയിൽ പ്രകടമല്ല എന്നാണ് ഇന്നത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പരാമർശം ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് രംഗത്തെത്തി. കേസ് അന്വേഷണം തുടരുകയാണെന്നും ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ MLAയുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. 40-ലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി
ഒരു മുൻ MLA CPM നേതാവ് അതിൽ നിന്നാണ് 10,000-കണക്കിന് ഷെയറിംഗ് പോയത്. ഇനി അത് മാത്രം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കുക. FIR ഉണ്ടോ, പ്രതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല. എൻ്റെ ചോദ്യം FIR നമ്പർ ഉണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. മുൻ MLA ശ്രീമതി KK ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്ന വിധി പ്രസ്താവം ഇവിടെ നടത്തിയിട്ടില്ല. CPM നേതാവ് P. ജയരാജന്റെ മകനെതിരെ പാർട്ടി വിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. CPIM അധോലോകത്തെ വളർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവർ പാർട്ടിയുടെ സംരക്ഷകരാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച M. ഷാജിറിനെ സംസ്ഥാന സർക്കാർ CPM യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തെല്ലാമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് കേരളത്തിലെ യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത്. CPM-ന്റെ അടുത്ത തലമുറയാണ്. ഇയാൾ DYF വെറും സാധാരണക്കാരനല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആളാണ് പറയുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, CPM-നെ കടന്നാക്രമിക്കാൻ കിട്ടിയ രണ്ട് വിഷയങ്ങളാണ് ചോദ്യോത്തരവേളയിലും അടിയന്തര പ്രമേയം ശൂന്യവേളയിലും ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയത്. രണ്ടിലും ചൂടേറിയ വാക്പോര് തന്നെ സഭയിൽ നടന്നു. എന്തൊക്കെയാണ് സഭാ നടപടികളുടെ ചുരുക്കം? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യോത്തര വേളയിലും ശൂന്യവേളയിലും സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്നത്. അതിൽ ചോദ്യോത്തര വേളയിൽ ആദ്യം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് വടകരയിലെ കാഫിർ പോസ്റ്റർ വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ച ചോദ്യം. പക്ഷേ ഈ ചോദ്യങ്ങളോട് കൃത്യമായൊരു മറുപടി ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് നൽകിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻ MLA KK ലതിക വർഗീയത പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്, വർഗീയതയ്ക്കെതിരായാണ് KK ലതിക സംസാരിച്ചതെന്നും MB രാജേഷ് പറഞ്ഞു. മാത്രമല്ല ഈ KK ലതിക ഫേസ്ബുക്കിൽ കുറച്ച പോസ്റ്റ് നിയമസഭയിൽ വായിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ മറുപടി. മറ്റു കാര്യങ്ങളൊന്നും തന്നെ മന്ത്രി കൃത്യമായൊരു വിശദീകരണം നൽകിയില്ല. കേസെടുത്തോ എന്ന കാര്യത്തിലും കൃത്യമായൊരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായില്ല. മറ്റൊന്ന്, ഈ പോസ്റ്റർ പ്രചരിപ്പിച്ച അഡ്മിനെ കണ്ടെത്തിയോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. ഇതിൽ ഫേസ്ബുക്കിൽ നിന്ന് വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ട് എന്നും അത് ലഭിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം വലിയ തരത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടാക്കി. മാത്രമല്ല ഈ ചോദ്യോത്തര വേളയിൽ ഇതിൽ നിന്ന് മാറി V. ജോയ് MLA യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി നടന്ന വ്യാജ ID കാർഡ് വിവാദം സഭയിൽ ഉയർത്തി. ഇതോടുകൂടി ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഈ ചോദ്യോത്തര വേള ഭരണപക്ഷം തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ആരോപണമായി ഉന്നയിച്ചു. ഈ ചോദ്യോത്തര വേള തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടി സണ്ണി ജോസഫ് നോട്ടീസ് നൽകിയത്. ഈ P. ജയരാജനും മകനുമെതിരായ മനു തോമസിന്റെ വെളിപ്പെടുത്തലായിരുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ തടസ്സവാദം ഉന്നയിച്ച് ആദ്യം മന്ത്രി MB രാജേഷ് രംഗത്ത് വന്നു. ഈ അടിയന്തര പ്രമേയ നോട്ടീസിലെ വിഷയത്തിൽ പ്രധാനമായും അപകീർത്തികരമായ പരാമർശങ്ങൾ, വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുണ്ട്. അത് പരിഗണിക്കാൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി MB രാജേഷ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതിന് സ്പീക്കറും വിശദീകരണമായി പറഞ്ഞത് ഇതിലെ ചില അപകീർത്തികരമായ പരാമർശങ്ങൾ, പ്രസ്താവനകളുണ്ട്, അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരം അത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് സ്പീക്കറും ചൂണ്ടിക്കാണിച്ചത്. ഇതോടുകൂടി തന്നെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി.
പിന്നീട് മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനും CPM-നും എതിരെ നടത്തിയത്. കൊട്ടേഷൻ സംഘങ്ങൾക്കും മാഫിയ സംഘങ്ങൾക്കും അധോലോക സംഘങ്ങൾക്കും സർക്കാർ കുടപിടിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പാർട്ടിയുടെ സംരക്ഷകരായി മാറിയെന്നും ഈ കോറി ഉടമകൾക്ക് വരെ ഏരിയ സെക്രട്ടറി ഒത്താശ ചെയ്യുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു. MG പ്രതീഷാണ് നിയമസഭാ നടപടികളുടെ വിശദാംശങ്ങൾ നൽകിയത്. CPM-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയ മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. മനു പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഗുണ്ടാ സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. അത് ഇപ്പോൾ മനു തോമസ് ഇപ്പോൾ പറയുന്നു. ഓരോരോ ആരോപണങ്ങൾ മനു പറഞ്ഞിരിക്കുന്ന ഓരോരോ ആരോപണങ്ങൾ ഞങ്ങൾ കൃത്യമായി പറയുന്ന ആരോപണങ്ങൾ തന്നെയാണ്. സംസ്ഥാന തലത്തിൽ ഒരു അന്വേഷണം നടത്തിയതുകൊണ്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യവും കണ്ടുപിടിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തുന്ന അത് CBI-നാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു CBI അന്വേഷണം തന്നെയാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. മനു തോമസിന് പോലീസ് സംരക്ഷണം ഒരുക്കും. വീടിനും മനുവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകാനാണ് ഉത്തരവ്. ജില്ലാ പോലീസ് മേധാവിയാണ് ആലക്കോട് പോലീസിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷ വേണ്ടെന്ന് മനു തോമസ് പോലീസിനെ അറിയിച്ചിരുന്നു. സജോ ദേവസ്യാം ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സജോ, ഇക്കാര്യത്തിൽ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? മനുവിന് പോലീസ് സുരക്ഷ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് സുരക്ഷ, ഇതൊക്കെ നൽകുന്നു. ഭീഷണിയുണ്ടെന്ന് നേരത്തെ മാധ്യമങ്ങളിലൂടെ മനു തോമസ് പറഞ്ഞിരുന്നു. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളുടെ മുന്നറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ DGP ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ മനു നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. തനിക്ക് വധഭീഷണിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമൊക്കെ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. റൂറൽ പോലീസ് മേധാവിയാണ് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി, അതായത് റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ആലക്കോട് പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. മനുവിൻ്റെ വീടിനും ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾക്കും സംരക്ഷണം വാക്കാലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക പരിശോധന പോലീസ് നടത്തിയിരുന്നു. മനുവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ മനു തോമസ് സുരക്ഷ വേണ്ട എന്നറിയിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും നിലയ്ക്ക് തനിക്ക് സുരക്ഷ ആവശ്യമില്ല എന്നറിയിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിരീക്ഷണത്തിലും പൊതുവായ ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് സംരക്ഷണം എന്നൊരു നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ മുഴുവൻ സമയ സുരക്ഷ എന്ന നിലയ്ക്കല്ല ഇപ്പോൾ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പോഴുള്ള ഭീഷണിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ മനു ഒരു സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടൊരു നിർദ്ദേശം നൽകി എന്നതുള്ളതേ ഉള്ളൂ. മറ്റേതെങ്കിലും നിലയ്ക്ക് മുഴുവൻ സമയ പോലീസ് സുരക്ഷ എന്ന നിലയ്ക്കല്ല, നിരീക്ഷണവും സംരക്ഷണവും നൽകുക എന്ന നിലയ്ക്ക് പ്രാഥമികമായ ഒരു നിർദ്ദേശം നൽകി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി വളരുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടിയെ ആകെ തന്നെയും പ്രതിരോധത്തിലാക്കുന്നതിലേക്ക് ഇപ്പോൾ മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ കണ്ണൂർ DCC അധ്യക്ഷൻ. എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഈ മനു തോമസിന്റെ അടുത്ത നീക്കങ്ങൾ? അതൊരു പൊതുപ്രവർത്തനം കഴിഞ്ഞ കുറെ കാലമായി അത് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിലേക്കുള്ള ക്ഷണം, അതിൽ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, അക്കാര്യത്തിൽ മനു തോമസ് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വഴി തൽക്കാലം തിരഞ്ഞെടുക്കില്ല എന്നത് തന്നെയാണ്. അദ്ദേഹം നേരത്തെ അത് സംബന്ധിച്ച് നമ്മൾ ആരാഞ്ഞിരുന്നു. കോൺഗ്രസ് ഇത്തരം ഒരു പരസ്യമായ ക്ഷണം നടത്തുന്നതിന് മുൻപ് DCC അധ്യക്ഷൻ മനുവിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനു നേരത്തെ വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇനി ഒരു പോക്ക് തൽക്കാലത്തേക്കില്ല, അങ്ങനെ ഒരു തീരുമാനം ഇപ്പോഴില്ല എന്നാണ് മനു വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് വഴി തൽക്കാലം തിരഞ്ഞെടുക്കില്ല എന്നും ഒക്കെ മനു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു വഴിയില്ല. പക്ഷെ അതൊരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായി കണ്ടാൽ മതി. ഇത് പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നതാണ്. കൂടുതൽ പ്രകോപനമൊക്കെ ഉണ്ടായാൽ കൂടുതൽ കാര്യങ്ങൾ മനു വെളിപ്പെടുത്തും. ആ നിലയ്ക്കൊക്കെ ഈ വിവാദങ്ങൾ പുതിയ തലത്തിലേക്കൊക്കെ വളരും. ആ ഘട്ടത്തിലെ സാധ്യതകൾക്ക് അനുസരിച്ചിരിക്കും അത്തരം കാര്യങ്ങൾ. പക്ഷേ തൽക്കാലം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നൊരു തീരുമാനമില്ല എന്നാണ് മനു വ്യക്തമാക്കുന്നത്.
യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് ഈ മണിക്കൂറിൽ വരുന്നത്. CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മനു തോമസിന് പോലീസ് സുരക്ഷ ഒരുക്കും. വീടിനും മനുവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകും. DGP ഈ നിർദ്ദേശം കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനു തോമസിനെ കോൺഗ്രസിലേക്ക് DCC അധ്യക്ഷൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്കില്ല എന്ന് നേരത്തെ തന്നെ മനു തോമസ് സൂചിപ്പിച്ചിരുന്നു എന്നാണ് സജോ ദേവസ്യ വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചു. ടെർമിനൽ 1 നിന്നുള്ള എല്ലാ സർവീസുകളും തൽക്കാലത്തേക്ക് റദ്ദാക്കി. യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മടക്കി നൽകും. വിമാനത്താവളത്തിൽ ബദൽ സംവിധാനം ഒരുക്കും. മരിച്ചയാളുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. So today morning at 5 o'clock, a very unfortunate incident happened at Terminal 1, Delhi Airport. 4 people have also been injured. So we are taking care of them right now. As soon as the incident happened, it has come to our notice and we have reacted immediately, and they have done thorough inspection so that no other casualties are there or no other injured are there which are stuck in the collapse. So right now the situation is under control. The whole rest of the terminal building has been closed off and everything is being thoroughly inspected so that any other untoward incident does not happen here. അതിതീവ്ര മഴയിൽ വലയുകയാണ് ഡൽഹി നഗരം. രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് പലയിടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹവും ഡൽഹി ITOയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങി. ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ ബസ് മുങ്ങി. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും വെള്ളക്കെട്ട് ബാധിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കുമ്പോൾ ഡൽഹിയിൽ 50 ഡിഗ്രി കഴിഞ്ഞ ചൂട്, കുടിവെള്ളം കിട്ടാതെ ടാങ്കർ ലോറികൾക്ക് പിന്നാലെ നെട്ടോട്ടം ഓടുന്ന ഡൽഹി നിവാസികൾ, മന്ത്രി അതിഷിയുടെ കേന്ദ്ര സർക്കാരിനെതിരായ സമരം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് കാര്യങ്ങൾ ആകെ മറിയുന്നു. 2 ദിവസത്തെ മഴ കൊണ്ട് ഡൽഹി അക്ഷരാർത്ഥത്തിൽ പ്രളയത്തിൽ അമരുന്ന കാഴ്ചയാണ് കാണുന്നത്. മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഭരണകൂടം? വിജയകുമാർ, തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച, അതായത് 4 ദിവസം മുമ്പ് പോലും ഡൽഹിയിൽ താപനില 45 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ ആരംഭിച്ച മഴ, അതാണ് ഈ സ്ഥിതിഗതികൾ മണിക്കൂറുകൾ കൊണ്ട് മാറ്റിമറിക്കുന്നത്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഡൽഹിയിൽ 228.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൈവശമുള്ള കണക്ക്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമായിരിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിലെ 1-ാം ടെർമിനലിലെ പുറപ്പെടൽ സ്ഥലത്തിന് പുറത്തുള്ള വലിയ പന്തലാണ് തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായത്. ഏതാണ്ട് 1-ാം ഗേറ്റിനും 2-ാം ഗേറ്റിനും ഇടയ്ക്കുള്ള ഈ ഇരുമ്പ് പന്തലിന്റെ ഇരുമ്പ് ഭാഗം തകർന്നു വീഴുകയും അത് ഒരാളുടെ മരണത്തിനും 6 പേർക്ക് പരിക്കേൽക്കാനും കാരണം ആയിരിക്കുന്നു. വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ തുടർന്ന് ഈ 1-ാം ടെർമിനലിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. യാത്രക്കാർക്ക് ഈ ടെർമിനലിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തടസ്സം ഉണ്ടായിരുന്നു ഈ അപകടത്തെ തുടർന്ന്. ഈ നിലവിൽ പരിക്കേറ്റ ആളുകളുടെ സ്ഥിതിഗതികൾ, അവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് 20 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംഭവത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ പ്രദേശമല്ല, മറിച്ച് 2008-09 കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗമാണ് തകർന്നു വീണത് എന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയവും വിമാനത്താവള അധികൃതരും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണത്തിലെ പാളിച്ചയാണോ അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിലുണ്ടായ പാളിച്ചയാണോ ഈ അപകടത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ശക്തമായ മഴയെ തുടർന്ന്
തുടർന്നാണ് ഈ അപകടമുണ്ടായത് എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. അതേസമയം ഈ മഴ അത് ഡൽഹിയുടെ ജനജീവിതത്തെ അതിരൂക്ഷമായി തന്നെ ബാധിച്ചിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് പലയിടത്തും രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നു. ഡൽഹിയിലെ പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷനുകൾ ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും മണിക്കൂറുകൾ തടസ്സപ്പെടുത്താൻ ഈ മഴയും വെള്ളക്കെട്ടും കാരണമായി. ആളുകൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ബസ് മുങ്ങിപ്പോകുന്ന അത്രയും വലിയ വെള്ളക്കെട്ട് ഡൽഹി നഗരത്തിൽ രൂപപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവും ഡൽഹി ITOയിൽ മണിക്കൂറുകളായി തുടരുന്ന ഗതാഗത കുരുക്കാണ്. അതിൽ 13 മിനിറ്റുകളോളം അദ്ദേഹം കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. സമാനമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മഴയെ തുടർന്നുള്ള കെടുതികൾ അതീവ രൂക്ഷമാണ്. ജമ്മു കശ്മീരിലെ ദോഡയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിച്ചിരിക്കുന്നു. നിരവധി വീടുകൾ തകരാൻ ഇടയാക്കിയിരിക്കുന്നു. 2 പേരെ കാണാതായതായി അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അസമിൽ മഴക്കെടുതി കഴിഞ്ഞ 4 ദിവസമായി. ബൽറാം, ഏതായാലും കാലവർഷ മേഘങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നീങ്ങുന്നു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നത്. ഡൽഹിയിൽ ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഇന്നലെയും ഇന്നുമായി മഴ തുടരുകയാണ്. വെള്ളക്കെട്ടിൽ വലയുകയാണ്, ഗതാഗത തടസ്സത്തിൽ വലയുകയാണ് തലസ്ഥാന നഗരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.